മഹാഗുരു ശരണം സർ. മഹാഗുരു ശരണം സർ, നമുക്കൊരു കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് വന്നൊരു ചോദ്യമാണ്. ഒരു രക്ഷകർത്താവ് നമുക്ക് അയച്ചിരുന്നതാണ്. നമ്മൾ അദ്ദേഹം ഡയറക്റ്റ്ലി കോണ്ടാക്റ്റും ചെയ്തിരുന്നു. അദ്ദേഹം കുഞ്ഞിന്റെ കാര്യത്തിലാണ് നമ്മളോട് വിളിച്ചത്. കുഞ്ഞ് അദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ, OLX-ൽ എന്നെ വിറ്റോളാൻ. സർ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പല സോഷ്യൽ മീഡിയകളും യൂസ് ചെയ്തിട്ട് 5 വയസ്സുള്ള പ്രായമാണെങ്കിലും കുട്ടികൾക്ക് 15 വയസ്സിന്റെ അറിവുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയം നമുക്ക് അഡ്രസ്സ് ചെയ്ത് മതിയാവുള്ളൂ സർ. സർ പറയൂ സർ. തീർച്ചയായിട്ടും ഇത് മഹാഗുരു ശരണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പണ്ട് കുട്ടികൾ നാട് വിടുക ഇതെന്നുള്ളത് കഴിഞ്ഞ് യുദ്ധക്കളത്തിൽ നിന്നിട്ട് നേരിടാൻ തയ്യാറായി കുട്ടികൾ. കാര്യം അത്രയ്ക്കുള്ള ഇൻഫർമേഷനാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത്. ഈ കുട്ടി ഈ പറയുന്ന എന്താണ് പ്രായപൂർത്തിയായിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇപ്പോൾ മലയാളികളാണ്, തമിഴ്നാട്ടിലാണ്. ഓക്കെ, അവർ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. പക്ഷേ കുട്ടി നല്ല രീതിയിലാകണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഇവിടെ വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ സ്കൂളിലാണ് വളർത്തുന്നത്. ഇല്ലായ്മകൾ അറിയിക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടികൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് തുലനം ചെയ്യും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം അത് ഇതൊക്കെ ആകുമ്പോൾ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരാവശ്യം പറഞ്ഞു, എന്തോ ഫോണോ മറ്റോ ആവശ്യം പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇവരുടെ ഫോൺ തന്നെയാണ് ചാർജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുണ്ട് കുട്ടിയുടെ ആവശ്യത്തിന്. ഇപ്പോൾ ഹൈസ്കൂളിലെത്തിയ കുട്ടിയാണ്, മനസ്സിലായേ? അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഫോണുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ ഇത് ചെയ്യരുത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പറ്റുകയില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർത്തണം, ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കുന്നുണ്ട് അത് ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ അത് വിഷമിച്ച് അടുക്കളയിലേക്ക് പോയപ്പോൾ ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ എത്ര രൂപ ചിലവാക്കിയ അതിൻ്റെ കൂടെ ഒരു 2 ലക്ഷം രൂപ കൂടി കൂട്ടിയിട്ട് OLX-ൽ വിൽക്കൂ. ആ 2 ലക്ഷം രൂപ എനിക്ക്, അത് 1 ലക്ഷം നിങ്ങൾ എടുത്തോളൂ, ലാഭം 1 ലക്ഷം എനിക്ക് തരും. എത്ര വയസ്സുള്ള കുഞ്ഞാണ് സർ? അത് 13-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടിയാണ്. ടീനേജിലേക്ക് കിടക്കുന്നു. അപ്പോൾ വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ OLX-ൽ വിൽക്കാം എന്നുള്ളൊരു ധാരണ ഈ കുട്ടിയിൽ വന്നു. അതെ, ഓക്കെ. അതോടൊപ്പം പറഞ്ഞ എത്രയോ പേര് കുട്ടികളില്ല എന്ന് പറഞ്ഞ് കരയുന്നു. ഒരു ഒറ്റ കുട്ടിയാണ്. ഇത് ഭാവുകോ എന്താണ്, അതിശയോക്തിയൊന്നുമല്ല. ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. പല കുട്ടികളും പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും. എന്നിട്ട് ഈ കുട്ടി TV ചാർജ് ചെയ്തില്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് TV ചാർജ് ചെയ്യുന്നു, മനസ്സിലായി? അപ്പോൾ കൂട്ടുകാരെങ്ങനെയാണ് പണം സമ്പാദിക്കണമെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്ത് വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ്. കേരളമാകട്ടെ തമിഴ്നാടാകട്ടെ എവിടെയാകട്ടെ ആ രീതിയിലുള്ള റാക്കറ്റുകളുണ്ട്. കുട്ടികളുടെ ആവശ്യങ്ങളെല്ലാം സാധിക്കാൻ ഇത് ചെയ്യാം. പക്ഷേ ഇത് ഈ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കും വളരെയധികം ഷോക്കായി ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ വളരെയധികം ഇതായിട്ട് ഇത് ചെയ്തു. അപ്പോൾ പേരൻസ് ശ്രദ്ധിക്കുക, ചെറുപ്പം തൊട്ടേ കുട്ടികളെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാർമിക് എഫക്റ്റ്, ഇത് ആ കുട്ടി ആ പേരൻസിനോട് പറയേണ്ടി വന്ന ഇങ്ങനെ പറയേണ്ടി വന്നാൽ. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് സർ. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇപ്പം ഞങ്ങളൊക്കെ ജീവിക്കുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ 10 വയസ്സായാലും നമുക്ക് ആ 10 വയസ്സിൻ്റെ ഒരു അറിവില്ല. ഇപ്പോഴുള്ള കുട്ടികളുടെ അത്ര അറിവില്ല. നമ്മൾ എന്തറിയണമോ അതേ അറിയുന്നുള്ളൂ, അല്ലേ? പക്ഷെ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അടുത്ത് പോലും ഇന്ററാക്ട് ചെയ്യാൻ സൂക്ഷിക്കണം, വാക്കുകൾ കൊണ്ട് പോലും. കാരണം അവര് നമ്മളെ തിരുത്താൻ പാകത്തിന് അത്രയും ഇതായിട്ടാണ് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചവരോട് പറയാൻ വാക്കുകളില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പേടിച്ചിട്ടാണ് ഇപ്പൊ പല പാരന്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ സാർ പറഞ്ഞത് ഇപ്പൊ ടീനേജിലുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ്. 13 വയസ്സുള്ള കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അവന് സകലവിധ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളർന്നൊരു ഇതുള്ള ഏജാണ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഈ ടീനേജിലെ കുട്ടികളെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, പെൺകുട്ടികളുടെ അടുത്ത് പല രീതികളിൽ പൈസ വരും. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. പെൺകുട്ടികളുടെ അടുത്ത് പൈസ വരുന്നു, പെൺകുട്ടികൾ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം എന്നെ ഇത് ചെയ്തു കുട്ടികളില്ലാണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടൊരു കാലഘട്ടമാണ്, മനസ്സിലായോ? സർ, ഈ ടീനേജിലുള്ള കുട്ടികളെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം വിജയകരമായിട്ട് നമുക്ക് സാധിക്കും സർ? കാരണം അതൊരു 2 വശത്തേക്കും ഇല്ലാത്തൊരു പ്രായമാണ്. ഞാൻ വേറൊന്ന് പറയട്ടെ. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നരുത്. ഈ ഫോർട്ട് കൊച്ചി വെച്ചെടുത്ത സിനിമ എടുത്ത ഈ മീനാക്ഷി ബാലതാരമായിട്ട്, ഇപ്പോഴത്തെ അവതാരക മീനാക്ഷി ഉണ്ടല്ലോ, ബാലതാരമായിട്ട് പാട്ട് പാടുന്ന സിനിമ, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്,
ജയസൂര്യ. മനസ്സിലായി സർ. ഇവർ പട്ടായയെ പോകുന്നു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് പട്ടായയെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 10-15 വർഷം മുമ്പത്തെ ഇതാണ്. പട്ടായ എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ 10 വയസ്സുള്ള കുട്ടികൾക്ക് പട്ടായയുടെ പ്രത്യേകത അറിയാം. അതെ, ആ രീതിയിലേക്ക് സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞു. ഇതിലൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കുറച്ച് പേരൻസ് മനസ്സിലാക്കുക. 2 ചെറുപ്പം തൊട്ടിപ്പോൾ 12-13 വയസ്സിലൊന്നും പറ്റില്ല. വളരെ ചെറുപ്പം തൊട്ടേ ഈ കുട്ടികളെ സോഷ്യൽ ഗാദറിങ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഇതിൽ കൊണ്ടുവരിക. ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ കുട്ടികൾ LKG പഠിക്കുമ്പോൾ തൊട്ടോ ലീവ് എടുക്കാൻ പറ്റുകയില്ല. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ, എൻ്റെ ഇതിലൊക്കെ 10ാം ക്ലാസ്സിൽ ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം ചെന്ന് കുടുംബസമേതം പോയി അവിടെ നിന്നിട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ടേ വരുള്ളൂ. ഇന്ന് എത്ര കുട്ടികൾ, ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ഫാമിലി ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്? കുറവാണ്. അത് ചെറുപ്പം തൊട്ടേ, 1ാം ക്ലാസ് അല്ല LKG തൊട്ടേ ഒരു ഫാമിലി ഫംഗ്ഷന് കുട്ടികൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പഠിക്കണം എന്നുള്ള ഇത്. അപ്പോൾ ഇവർക്ക് സ്വന്തം കാര്യം മാത്രമാണ് ഇവർ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഒരു ദിവസം കുട്ടി പോയില്ല, എന്ത് പറ്റി? പേരൻസാണ് മനസ്സിലാക്കുക നമുക്ക് പോകാമെന്ന്. ഇവൻ പോകാണ്ട് വരുമ്പോൾ LKG തൊട്ടേ ഈ ശീലം വരുമ്പോൾ അവനൊരു 10 വയസ്സോ 12 വയസ്സാകുമ്പോൾ ഇവൻ വരികയില്ല, അല്ലെങ്കിൽ അവൾ വരികയില്ല. ചെറുപ്പം തൊട്ട് വന്ന് ഫാമിലി ഇങ്ങനെയാണ് അങ്ങനെയാണ്, ബാക്കി കുട്ടികൾ ഇതാണെന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഇത് എന്താണ് മനഃശാസ്ത്രപരമായിട്ട് പറയാനായിട്ട് ആൾക്കാരല്ല, പക്ഷേ ഇത് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഒരു രക്ഷകർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ എത്രയോ രക്ഷകർത്താക്കളോട് പറഞ്ഞു കാണും. ഒരാളുടെ അടുത്താണ് ഒരു രക്ഷകർത്താവ് പറയുന്നത്. ഇതിലൊരു അപകടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കാശ് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വീട് വിട്ടിറങ്ങാനും സാധ്യതയുണ്ട്. ഇതുപോലത്തെ കുട്ടികൾ. അതല്ലാണ്ട് അവന് ബിസിനസ് മൈൻഡ് അല്ലേ സർ? അതായത് നിങ്ങൾ 2 ലക്ഷം കൂട്ടി എന്നെ സെയിൽ ചെയ്തോളൂ, നിങ്ങൾക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടോ അതിൽ 2 ലക്ഷം രൂപ നിങ്ങൾ കൂട്ടി എന്നെ സെയിൽ ചെയ്തോ, എന്നിട്ട് 1 ലക്ഷം നിങ്ങൾക്ക് 1 ലക്ഷം എനിക്ക് എന്നുള്ള. ഇതില് വേറെ കാര്യമുണ്ട്. ഇതിൽ വളരെ വേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾ വീട്ടിൽ ഇത് ചെയ്യുന്നു. ഈ മൊബൈല്, അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ കയ്യിൽ കിട്ടിയ കുട്ടികൾ നോക്കുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു സാധനമാണ് സ്റ്റാറ്റസ്. ഇപ്പോൾ എനിക്കറിയാം ഒരു കുട്ടി വീട്ടിൽ അല്പം ഡിപ്രഷനായിട്ട് നിൽക്കുന്നു. അതിൻ്റെ രക്ഷകർത്താക്കൾ ജോലി ചെയ്യുന്നു. അവർ ജോലി ചെയ്യുന്നത് വെച്ചാൽ ഈ കുട്ടി പഠനം കഴിഞ്ഞു, ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി. ഓക്കെ, ബ്രേക്കപ്പായിട്ട് ഇങ്ങനെ വിളിച്ച് വീഡിയോ കോളിലൊക്കെ കോണ്ടാക്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഈ രക്ഷകർത്താക്കൾ ദിവസം ഒരു 20 സ്റ്റാറ്റസാണ് ഇടുന്നത്. അവർ ഒഫീഷ്യൽ ഇത് അവരുടെ ഗാദറിങ്, ഒരു പക്ഷേ പ്രൈവറ്റ്, ഇപ്പോൾ ന്യൂ ജനറേഷൻ ഇതുണ്ടല്ലോ, MNCകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് കാണിക്കണമായിരിക്കും. അവർ ഇത്രയും പെർഫോം ചെയ്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഓഫീസിലെ ബാക്കിയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ കൂടെ നിൽക്കുന്നു, ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഈ മക്കൾ വിചാരിക്കുന്നത് നമ്മൾ വീട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവർ ആഘോഷിക്കുകയാണ്. അതൊരു അപകടകരമായ അവസ്ഥയാണ്. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിയുന്ന ഇങ്ങനെ സ്റ്റാറ്റസ് ഇടല്ലേ. അവരുടെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടി വേറെ ഫോൺ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഫോൺ കണ്ടു കഴിയുമ്പോൾ ഈ കുട്ടി ഫോൺ എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഫോൺ ഉടക്കുകയാണ്, അല്ലേ പറയണേ എനിക്ക് ആപ്പിൾ ഫോൺ വാങ്ങിച്ചു തരാനാണ്. ഇതും യാഥാർത്ഥ്യമാണ്. ഒരു 20, 22, 23 വയസ്സുള്ള കുട്ടി ചെയ്ത കാര്യമാണ്. പേരൻസ് ഇത് ചെയ്തതാണ്. അപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്യുക, പേരൻസ് തന്നെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ചോദിക്കും നമ്മൾ ഇത് ചെയ്ത് കൺട്രോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറെ രക്ഷയില്ല. അതേ ഉള്ളൂ കാര്യം. കുട്ടികൾ നിങ്ങൾ എന്താണ് സന്തോഷിക്കാത്തത് നമുക്ക് വേണ്ട, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാമെന്നുള്ള രീതിയിൽ പോകുന്നതാണ് ഒരു ഫാമിലി ലൈഫിൽ ഇതിന് പോകുമ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സർ. നന്ദി, നമസ്കാരം. നമസ്കാരം.